ആൻഡ് എല്ലാവർക്കും നമസ്കാരം. തമാശ തിരമാലകൾ അലയടിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ബിഗ് ആൻഡ് ഗ്രാൻഡ് വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം our very own comedy king രമേശ് പിഷാരടി, the super gorgeous അനുശ്രീ. ഓക്കെ, അത് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാനുണ്ട്. ഇപ്പം രമേശ് ചേട്ടനുമായിട്ട് ഞാനിപ്പോൾ ഫൺസ് പോണ ടൈമിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച്. പക്ഷെ നിങ്ങൾ ഇതിന് മുൻപ് പ്രത്യേകിച്ചും രമേശ് ചേട്ടൻ്റെ ആദ്യത്തെ മൂവിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ആദ്യത്തെ മൂവിയിലെ നായികയാണ്. ആസ് എ ഡയറക്ടർ, ഒരു സംവിധായകനായ പിഷാരടി ചേട്ടൻ എങ്ങനെയായിരുന്നു? സംവിധായകനായിട്ടും രമേശിന്റെ ഭയങ്കര കൂളാണ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട്, അല്ലെങ്കിൽ അടുത്ത ഷോട്ട് ഞാൻ എങ്ങനെ വെക്കണം, അടുത്ത സീൻ ഞാൻ എങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ആനേനെയൊക്കെ വെച്ചിട്ട് കുറെ അമ്പലത്തിന്റെ അവിടെ ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോ ഫുൾ അതിന്റെ പുറകെ ആയിരിക്കും. എനിക്കൊന്ന് രാവിലെ പോയിട്ട് നിങ്ങൾ ഉച്ചയായപ്പോ തിരിച്ചു വന്നില്ലേ, ആനയെ ഓടിച്ചു, ആനയെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കുകയും ചെയ്തു. ഫുൾ എനിക്ക് തോന്നുന്നു അല്ലാത്ത അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫുൾ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും. 160 ജീവികളും അനുശ്രീയും കൂടിയാണ് ആ പടത്തിലുള്ളത്. അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ പേര് എനിക്ക് അറിയില്ല. മറ്റേ വാല് നീണ്ടിങ്ങനെ കിടക്കുന്നൊരു ഓന്തിന്റെ വലുതുപോലെ അത് എന്റെ ഇവിടെ സൈഡിലാ കിടന്ന് ഉറങ്ങുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് അതിനെ കാണുമ്പോ, അതിന്റെ സ്കിന്ന് കാണുമ്പോ നമുക്ക് തൊടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഉറങ്ങാനായിട്ട് നമ്മുടെ ഇങ്ങനെ, അതെ, ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നിടത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉച്ചക്ക് ബ്രേക്കിന്റെ സമയത്ത് ഇനി ഇതെടുത്തോണ്ട് പോയിട്ട് ഓൺലൈൻകാരൻ പഞ്ചവർണ്ണത്തിന്റെ ലൊക്കേഷനിൽ അനുശ്രീയുടെ കൂടെ കിടന്നത് ആരാണെന്ന് അറിഞ്ഞാൽ ഞെട്ടെന്ന് പറഞ്ഞൊരു വാർത്തയും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം. അതിനു മുമ്പ് ഇതിന്റെ പ്രൊമോ വരുമ്പോ ഞാൻ തന്നെ ടൈറ്റിൽ കൊടുത്തിടും. ഒരു കുടുംബം പോലെ കഴിഞ്ഞു. അതെ, രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേന് ആ സൈഡിൽ കുതിര, ഈ സൈഡിൽ കുറെ ഷിറ്റ്സു, ഈ പറയുന്ന പോലെ എമ്മു. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ മണിയമ്പിള്ള രാജുവേട്ടന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. ഫുൾ തീറ്റി. അനുശ്രീ ഒരു ദിവസം ദോശ ചുട്ടിട്ട് അത് വേറെ സിനിമന്റെ അനുശ്രീ ദോശ ചുടുന്നു ഒന്നും പറഞ്ഞിട്ട് എന്റെ ലൊക്കേഷനിലാണ് അവിടെ ഇരുന്നാണ് ദോശ വിട്ടത്. സൂപ്പർ ആയിരുന്നു. പിന്നെ ഓക്കെ, ഫൺസ് അപ്പോൺ എ ടൈമിലെ ഇന്നത്തെ പെർഫോമർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അനന്തകൃഷ്ണൻ ഫ്രം തൊടുപുഴ. ലെറ്റ്സ് വെൽക്കം. Once upon a time, once upon a time. Okay, welcome അനന്തകൃഷ്ണൻ. താങ്ക് യു. തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാ? ബാംഗ്ലൂരായിരുന്നു. പക്ഷേ കൊറോണ വന്നപ്പോൾ വീട്ടിലായി. ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ്. അതെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, വേറൊരു പ്രൊഫഷണൽ ആണ്. പക്ഷേ നമ്മളുടെ പരിപാടിയെ കളർഫുൾ ആക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ എത്തിയിരിക്കുകയാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. രമേശ് ചേട്ടാ, അനുശ്രീ ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് മുഴുവൻ അനന്തകൃഷ്ണ എന്ന് വിളിച്ചു. ആരും വിളിച്ചിട്ടില്ല, എൻ്റെ പഞ്ചായത്തിൽ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ അനന്തൂന്നേ വിളിക്കുള്ളൂ. അനന്തു, അനന്തൻ, അല്ലെ കട്ട് ചെയ്തിട്ട് മാക്സിമം പണ്ട് ഹംസക്കോയ ബാലസ്ന എന്ന് വിളിച്ചു. അവർ അനന്തസ്ന ഒരു അപ്പു കണ്ണൻ ഉണ്ണി. ബയോഡേറ്റയിൽ ശിവരാമകൃഷ്ണൻ. അതെ, ഈ അപ്പു തൊപ്പി എന്നൊക്കെ പേരിട്ടാലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രൈമറി വിഭാഗത്തിൽ ഇവർ സ്റ്റാർ ആയിരിക്കും. പക്ഷേ ഈ ഒരു മീശയൊക്കെ കിളുത്ത് അവസാനം പ്രീഡിഗ്രിയുടെ പറയുന്നത് ഇത്രയും താടിയും വളർത്തി വീട്ടിൽ അപ്പു ഇരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ വിഷയം വരും. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മോന് വീരൻ എന്ന് പേരിട്ടു. ചെറുപ്പത്തിലും പ്രശ്നമില്ല, വലുതാകുമ്പോഴും മീശയൊക്കെ പിരിച്ചിരുന്നാലും വീരൻ. കൊള്ളാം, ഒരു വീരസ്യം ഉണ്ടാവുമല്ലോ. ഇതൊരു പ്രത്യേക ഇനം മലയാളികളാണ്. ഇവരെ ഞാൻ സമ്പൂർണ്ണ മലയാളികൾ എന്ന് വിളിക്കും. എന്താഘോഷമായാലും ഇവർ ആഘോഷിക്കും, ഗംഭീരമായിട്ട് ആഘോഷിക്കും. അതിപ്പോൾ പൂരം, പെരുന്നാൾ, അങ്ങനെ എന്താണെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, അപ്പോൾ ആഘോഷിക്കും. ഇനിയിപ്പോൾ ഒരു കാരണം കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, അപ്പോഴും ആഘോഷിക്കും. അതായത് എല്ലാ ദിവസവും രാവിലെ മുറ്റത്തൊരു മൈന വന്നിരിക്കാറുണ്ടായിരുന്നു. ഈ മൈന പിറ്റേ ദിവസം വന്നില്ല, ചത്തുപോയി. അപ്പോൾ രാവിലെ ഇവൻ വന്നിട്ട് പറയും, കളിയാ മൈന ചത്തുപോയടാ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കും. എന്നിട്ട് ആ വിഷമം മാറ്റാൻ വേണ്ടി ആഘോഷിക്കണമെന്ന് പറയും. പിറ്റേ ദിവസം ഈ മൈന വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും വന്ന് ഇറക്കും, അല്ലയോ മൈന വന്നിട്ടോ ഇന്ന് അതിൻ്റെ ആഘോഷം എന്ന് പറയും. ഇനി അതല്ല, വെറുതെ ഇവനൊക്കെ റോട്ടിൽ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ എന്നോട് ചേട്ടാ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ ഒഫീഷ്യലി പറയും, മോനെ കുഴപ്പമില്ല, അങ്ങനെ സുഖം. വീട്ടിലെല്ലാവർക്കും എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ പറയുമല്ലോ, ചേട്ടൻ അബദ്ധത്തിൽ അപ്പോൾ പറഞ്ഞു പോകും, മക്കൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു, മോള് 10ാം ക്ലാസ് ജയിച്ചു കേട്ടോ, ഫുൾ A+. അപ്പോൾ ഇവൻ ആഹാ
ഇത് ചിലവുണ്ട് കേട്ടോ, ഇത് നമുക്ക് ആഘോഷിക്കണം. കാരണം കണ്ടെത്തി അയാളെ കൊണ്ട് ചിലവ് ചെയ്ത് ആഘോഷിപ്പിക്കും. ഇനി ഇവരുടെ വേറെ പല പ്രത്യേകതകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്ഥാനത്ത് കയറി വേണ്ടാത്ത ചോദ്യം ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ എന്തും പറഞ്ഞ് ഈ ആഘോഷിക്കാൻ വേണ്ടി എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവന്മാർക്കുണ്ടാവും. അതായത് ഇപ്പോൾ സ്വന്തം അമ്മയുടെ അടുത്താണെങ്കിലും വീടിന് മുറ്റത്തിരുന്നിട്ട് അമ്മേ നമ്മുടെ മാത്തേ 2 തേങ്ങ ഉണ്ടായിട്ടോ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവന്മാർക്കുണ്ടാവും. അപ്പം എനിക്കിങ്ങനത്തെ ഒരു സുഹൃത്തുണ്ട്, അവനെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത്. അവനൊരു 2-3 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്നെന്താ പരിപാടി, നീ പുറത്തേക്ക് ഇറങ്ങണ്ടോ, ഞാൻ ചെറിയ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങ് വാന്ന് പറഞ്ഞു. എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഇവനെന്തിനാ ഇന്നൊരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എടാ എന്താ? അപ്പോൾ അവൻ പറഞ്ഞു, എടാ മാർച്ച് 21 ഇന്ന്, ആലോചിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എടാ ഇനിയിപ്പോൾ എന്താ മാർച്ച് 21 ഇപ്പം എന്ത് പ്രത്യേകത? മാർച്ച് 21 വാർഷികം. കിട്ടിയോ? എടാ കൊറോണ വന്നിട്ട് ഇന്ന് 1 വർഷമായി, ഇത് നമുക്ക് ആഘോഷിക്കണ്ടേന്ന്. ആദ്യം ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ, കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എല്ലാവരെയും പോലെ ഞാനും കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ വീട്ടിൽ വന്നാൽ കൊറോണ ടെസ്റ്റ് ചെയ്യാതെ കയറ്റില്ല, വീട്ടിൽ നല്ല നാട്ടിൽ കയറ്റില്ല. അപ്പം ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിനും കൂടെ വന്നത്, മറ്റൊരു സമ്പൂർണ്ണ മലയാളിയാണ് ഇവൻ, ആൻ്റപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇവൻ്റെ കൂടെ ഇറങ്ങാൻ നേരത്തെ തന്നെ ഇവൻ പറഞ്ഞു, നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യൂ, വലിയ സെറ്റപ്പ് ഉള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോരെ? പറ്റില്ല. എടാ നിനക്ക് ഇത്ര കാലമാകത്തിരുന്നിട്ട് മടുത്തില്ലേ? നമ്മൾ ആഘോഷിക്കണം, ഇത് പുറത്തിറങ്ങാണ്, ഒരു അവസരം കിട്ടിയതാണ്, എന്താ ചെയ്യണം? ഞാൻ എൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവൻ്റെ കൂടെ ഒരു അടിപൊളി ആശുപത്രിയിൽ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയി. ചെന്ന് കയറിയ വഴിക്ക് ഞാൻ ആദ്യം കണ്ടത് അവിടെ ഒരു ഓഡി കാറ് കിടപ്പുണ്ടായിരുന്നു. വണ്ടി കൊള്ളാം എനിക്ക് തോന്നി, ഒരു ഫാൻസി നമ്പറൊക്കെ ആയിരുന്നു, 911 എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാവുന്ന ആരുടെ വണ്ടിയാണ്. ഞാൻ നേരെ ചെന്ന് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഈ വണ്ടി കൊള്ളാമല്ലോ, ഇതാരുടെ വണ്ടിയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സിദ്ദിഖ് ലാലിലെ ലാൽ സാറ് ഇന്ന് വന്നിട്ടുണ്ട്, പുള്ളിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ പോയി ചീട്ടൊക്കെ എടുത്തു, കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന മുറിയിലെത്തി. അവിടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു, ആൻ്റപ്പൻ നടുക്കേക്ക് ഇരുന്നു, ഞാൻ ഇപ്പുറത്തെ കസേരയിലേക്കും ഇരുന്നു. അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പൂപ്പൻ്റെ മൂക്കിൽ ഇങ്ങനെ ഇരിക്കുക പുള്ളി. എന്നിട്ട് സിസ്റ്റർ ഇതെടുത്തു ഇട്ട് നോക്കി, ഇതെന്താ ഒരു വെട്ടത്തിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഈ സംഭവം നോക്കി. ഞാൻ ആ ഗ്യാപ്പിൽ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് പ്രശ്നമാണോ അപ്പൂപ്പ, അത് എങ്ങനെയുണ്ട്, വേദന എടുക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പൂപ്പൻ, എൻ്റെ മോനെ ഉള്ള ജീവൻ പോയി. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടിവെട്ടിയ കൃഷ്ണതുളസി ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കണ മാതിരി നിൽക്കുക. വയ്യ, ആകെ ഒരു മൂക്ക വർക്കിംഗ് ഉള്ളൂ, അല്ല ഇത് അടിച്ച് വെച്ചേക്കുക. അപ്പോൾ വയ്യാന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റർ തിരിഞ്ഞിട്ട്, അയ്യോ കിട്ടിയില്ല എന്ന്. ഇത് കേട്ടതും അപ്പൂപ്പന് ദേഷ്യം വന്നില്ലേ, ഒന്നാമതുള്ള ജീവൻ എടുത്തു. അപ്പൂപ്പൻ പറഞ്ഞ്, എൻ്റെ സിസ്റ്ററെ നിങ്ങളെന്നെ എൻ്റെ മൂക്കിൽ പിന്നെ ചൂണ്ടയിടുമായിരുന്നോ? അല്ലേ, എൻ്റെ മോനെ കേൾക്കണം, ഇത്ര കയറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഉച്ചി വരെ കയറ്റിയിട്ട് ഇത്ര കിട്ടിയില്ല എന്ന്. സിസ്റ്റർ കലിപ്പിലാണെന്ന് മനസ്സിലായി ഞാൻ. സിസ്റ്റർ വരുമ്പോൾ എല്ലാം സെറ്റാക്കി ഇങ്ങനെ നിന്ന് കൊടുത്ത്. സിസ്റ്റർ വന്നു, മറ്റേ സാധനം എടുത്തു, പഞ്ഞിയെടുത്ത് 2 തൊടയൊക്കെ തുടച്ചു, നേരെ വന്ന് മൂക്കിലേക്ക് വെച്ചു. ഇത് വെച്ചിട്ട് എനിക്ക് കണ്ണ് തുറക്കാൻ മേല, അതായത് വയ്യ ഇങ്ങനെ ഇറുകി പിടിച്ചിരിക്കുക, ഇത് കയറി പോലെ. ഞാൻ അങ്ങനെ പോയി ഇതെവിടാ പരലോകം എത്തിയോ എന്നാലോചിച്ച് ഇതാ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ശബ്ദം, അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പോകണമെന്ന്. എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ ലാൽ സാർ ഇപ്പം ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിയപ്പം ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുക. അപ്പം ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, സാറേ അതായത് ഇപ്പം പറഞ്ഞതൊക്കെ ഒരു പേപ്പറിൽ എഴുതി തരാമോ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. നിങ്ങളിപ്പം ഒരു നടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ, അതുപോലെ അനുശ്രീയും ഞാനൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയത്ത് അനുശ്രീക്ക്, അപ്പോൾ അനുശ്രീ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സ്പീക്കർ ഫോൺ ഇട്ടിട്ട് ഫോൺ സൈഡിൽ വെച്ചു, ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അനുശ്രീനെ വിളിച്ചേക്കാണ്, ഹലോ അനുശ്രീയാണോ? അനുശ്രീ, അതെ ഞാനൊരു ആരാധകനാണ്. ഓ താങ്ക് യു ചേട്ടാ, ഞാൻ ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. അതാണ് അനുശ്രീയായിട്ട് ഭയങ്കര ആരാധനയുടെ വർത്തമാനങ്ങൾ അനുശ്രീയുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അനുശ്രീ സന്തോഷത്തോടുകൂടി അയാളോട് മിണ്ടുന്നു. എന്നിട്ട് ഇതിനിടയിൽ അനുശ്രീക്ക് ചെറിയൊരു സംശയമുണ്ട്. പെട്ടെന്ന് അനുശ്രീ ചോദിച്ചു, അല്ല ചേട്ടാ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത്? നിങ്ങൾ ആരാധകനൊക്കെയാണെന്ന് സമയത്ത് എങ്ങനെ നമ്പർ കിട്ടിയത്? പുള്ളി പറഞ്ഞു, അല്ല ഞാനിത് ഒരാൾ സിനിമാടന്മാരുടെ ഫോൺ നമ്പർ പൈസ കൊടുത്താൽ തരുന്ന ഒരാളുണ്ട്, ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഈ നമ്പർ സത്യം പറഞ്ഞാൽ മേടിച്ചതാണ്. ഞാൻ ഇപ്പോൾ അനുശ്രീ താങ്ക് യു ചേട്ടാ, എന്നെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്പർ മേടിച്ചു. എന്നാലും നിങ്ങൾ എനിക്ക് തന്നെ വളരെ സന്തോഷമായിരുന്നു. മമ്മൂട്ടി, മോഹൻലാലും
കുഞ്ചാക്കോ ബോബനും ടോവിനോ തോമസും അല്ലെങ്കിൽ എത്ര നയൻതാരയും മഞ്ജുവാര്യരും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചല്ലോ, അതിൽ എനിക്ക് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്ന് പുള്ളിക്കാരൻ പറയും. അല്ല, അവരോട് ഞാൻ ചോദിച്ച് മമ്മൂട്ടിയുടെ ഫോൺ നമ്പർ 45,000 രൂപ, കുഞ്ചാക്കോൻ്റെ ഫോൺ നമ്പർ 30,000 രൂപ, അനുശ്രീയുടെ മാത്രം ഫ്രീ ആയിട്ട് തരുമെന്ന്. അതുപോലെ തന്നെ ഒരു 6-7 വർഷം മുമ്പ് പണ്ട് 9897 അങ്ങനെ മാത്രം 9-ൽ മാത്രമാണ് മൊബൈൽ നമ്പർ തുടങ്ങിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് മാറിയിട്ട് 711 811 എന്നൊക്കെ പറഞ്ഞ് നമ്പർ അങ്ങ് മാറി. നമുക്ക് ഏതാ എവിടുന്നാന്നൊരു മനസ്സിലാകാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഫോൺ മാറ്റി വയ്ക്കും. ഇപ്പോൾ നല്ല സ്റ്റേജ് പരിപാടികളുള്ള സമയമാണ്. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് 10, 24, 30, 50 കോളുണ്ടാവും. ഇത് തിരിച്ചു വിളിക്കും കുറേ അധികം ആൾക്കാരെ. കാരണം അങ്ങനെ സ്മാർട്ട് ഫോണൊന്നും അല്ല, ട്രൂ കോളറൊന്നുമില്ല. തിരിച്ചു വിളിക്കും ഓരോരുത്തരും, എന്തിനാ വിളിച്ചു. കുറേ പേര് വെറുതെ വിളിച്ചതായിരിക്കും, 2 എണ്ണം പരിപാടിയായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് കോളുണ്ട്. നമ്പറുകളൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഓരോരുത്തരായിട്ട് തിരിച്ചു വിളിച്ചു. ഒരാളെ വിളിച്ചപ്പം വെറുതെ ഒരാൾ വിളിച്ചതാണ്. നമസ്കാരം, എന്തുണ്ട്, പരിപാടി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 മിനിറ്റ് വേണ്ടി ഉണ്ട്. എൻ്റെ ഭാര്യയോടൊന്ന് മിണ്ടണം എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് കൊടുത്തു. 2 മക്കളോടും വേണ്ടിയിട്ട് പുള്ളി തിരിച്ചു മേടിച്ചു. പിന്നെ എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അവിടെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ചൂട് നല്ല ചൂടാ, ഇവിടെ -ഡിഗ്രിയാ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അകവാളൊന്നും പിന്നെ ദൈവം -ഡിഗ്രിയോ? ചേട്ടൻ എവിടുന്നാ? ജർമ്മനിന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. 450-500 രൂപ എൻ്റെ പോയി. ആ സമയം കൊണ്ട് ആകെ 600 രൂപയ്ക്ക് ഒരു മാസം ചാർജ് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ ജർമ്മനി കാരണം 450 രൂപ കണ്ണി കൂടെ പുക പോലെ പൊക്കളഞ്ഞു. നമ്മൾ ഈ മൊബൈൽ നമ്പർ പറയുന്നതിനകത്ത് ഒരു താളമുണ്ട്. ഓരോരുത്തരും ഇതിനെ പിരിച്ചാണ് പറയുന്നത്. ചിലർ ആദ്യത്തെ 4-ഉം പിന്നത്തെ 5-ഉം 98473 ഇങ്ങനെ പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ ഒന്നും പറ്റൂല. പക്ഷെ ഇതിൻ്റെയൊക്കെ അത്ഭുതം തോന്നുന്ന രീതിയിലൊരു നമ്പർ പറഞ്ഞത് ഞാൻ ഒരു ഇച്ചിരി പ്രായം ചെന്ന ഒരാളോട് ഒരു ദിവസം എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരാളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഫോൺ നമ്പർ അങ്ങ് കൊടുത്തിട്ട് പോക്കോട്ടോ, ഇയാൾക്ക് കൊടുത്തിട്ട് പോക്കോ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ള പുള്ളി പേപ്പറും പേന എടുത്തപ്പോഴത്തേക്ക് പുള്ളി ടൈപ്പ് ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്തു. അപ്പോൾ ഈ പുള്ളി അടുത്ത് നിന്നിട്ട് എഴുതിക്കോ 98,46,37,028. മറ്റവൻ പേന എടുത്ത് 98,46,37,028 ഫോൺ നമ്പർ അതാന്ന് പറഞ്ഞിട്ട് പോയി. എനിക്കുണ്ടായിരുന്നു ഇതിനൊരു വല്യമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴേ മറ്റേ ഇന്നത്തെ നമ്പർ എത്രയാന്നൊക്കെ ഇല്ലത്തെ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ 22,300 ആണോ അതോ 37,400 ആണോ എന്ന് അങ്ങനെ ചോദിക്കും. പണ്ട് കോഡുണ്ടല്ലോ, STD കോഡ് ചേർത്തിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഏതോ ഒരു അമ്മമ്മയ്ക്ക് വീട്ടിൽ നിന്ന് എഴുതി കൊടുത്ത് വിട്ടേക്കണം. ബൂത്തിൽ വന്നിട്ട് ഡയൽ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ബൂത്തിലെ പെൺകുട്ടി വിളിച്ചു കൊടുക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ആദ്യം എഴുതി കൊടുത്തു 0484 കോഡാ 273745 ഇതാ നമ്പർ, ചെന്ന് വിളിച്ച് പറ, വരത്തില്ലെന്ന് പറ എന്ന് പറഞ്ഞ് ബൂത്തിലേക്ക് വിട്ടു. അപ്പോൾ അമ്മാവൻ മൂത്തി വന്നിട്ട് ആ കൊച്ചിന് ഈ നമ്പർ കൊടുത്തു. ഉടനെ ആ കൊച്ചാദ്യം 0484 ആണല്ലോ ഞെക്കത്തുടനെ 0 ഞെക്കി. ഉടനെ ആ അമ്മ പറയാ താഴത്തെ ഞെക്കിയാൽ മതി, അത് കേടാന്ന് പറഞ്ഞായിരുന്നെന്ന്. ഫോണുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിരിവിന് വേണ്ടി പോയി. അപ്പോൾ തമ്മിൽ വലിയ പണക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് അന്ന് കാലത്ത് ഈ ബിസിനസ്സിന് അവിടെ ഇവിടെയും പോകുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പിരിവിന് വരുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ തമ്പിച്ചേട്ടനെ കാണാൻ പലരും പല ആവശ്യങ്ങളുമായിട്ടൊക്കെ വരും. അപ്പോൾ തമ്പിച്ചേട്ടൻ ഇടയ്ക്ക് വീട്ടിലിരുന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ വാ ഇരിക്കെ എന്ന് പറഞ്ഞ്. അപ്പം പുള്ളി ഞങ്ങളോട് എന്തെങ്കിലും ഒരു വരി മിണ്ടുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. ഉടനെ ഈ പുള്ളി ഒന്ന് ഫോൺ എടുത്തു. അപ്പം ഞങ്ങൾ 3 പേര് അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഈ പുള്ളി ഫോൺ എടുത്തു. ഹലോ, തമ്പിച്ചേട്ടനോ? തമ്പിച്ചേട്ടൻ എറണാകുളം വരെ പോയേക്കുവാണല്ലോ. അയ്യോ, നാളെ വരത്തുള്ളൂ. നാളെ കഴിഞ്ഞ് വിളി കേട്ടോ. വച്ചു. ഞാൻ ചോദിച്ചു തമ്പിച്ചേട്ടനെ ഒന്ന് വിളിക്കാമോ? പുള്ളി തമ്പിച്ചേട്ടൻ എറണാകുളത്ത് പോയേക്കുവാ, നാളെ വരുള്ളൂ എന്ന്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇട്ടത് എന്തിനാന്ന് എനിക്ക് ഇന്നും ഒരു വിടവും കിട്ടിയിട്ടില്ല പുള്ളി ഇതിനിടയിൽ. അനന്തകൃഷ്ണൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? രസകരമായിട്ട് അവതരിപ്പിച്ചു. അനന്തകൃഷ്ണൻ നമുക്കൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതിനുള്ള ഒരു ലുക്കും അതിനൊരു സെറ്റപ്പും അതിനുള്ളൊരു കോൺഫിഡൻസിലൊക്കെ നിന്നിട്ടാണ് അനന്തകൃഷ്ണൻ. ഞാൻ കയറി വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞു വാർത്ത വായിക്കാൻ പോകണമെന്ന്. വന്നിട്ടേ ഗംഭീരായിരുന്നു അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ ഇതല്ലല്ലോ തൊഴിൽ ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ ആദ്യമായിട്ട് വന്ന് ഒരു സംഭവം ചെയ്യല്ലേ.
ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പരിപാടിയിൽ കൊണ്ടിരുത്തിട്ട് കമ്പ്യൂട്ടർ ഓണാക്കി തന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ വല്ലതും നടക്കണ കാര്യമാണോ? അതുപോലെ തന്നെ ഇതുമൊക്കെ നമുക്ക് അറിയാത്ത പണി നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ അതിലേക്ക് ആദ്യം നമ്മൾ ശ്രമിച്ചു തുടങ്ങിയാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലോട്ടറി എടുത്താലല്ലേ അടിക്കുമല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അനു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ട് തനിയെ നിന്ന് അങ്ങനെ പറയാൻ പറ്റാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ മാത്രമല്ല ലാൽ സാറിനെ വെച്ചാണല്ലോ പറഞ്ഞത്. ലാൽ സാറിന്റെ സിനിമയിൽ നിനക്ക് നല്ലൊരു വേഷം കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് പ്രതികാരം ചെയ്യും. ആരോഗ്യം. സോ അന്തരീക്ഷം ഒരിക്കൽ കൂടി വളരെ നന്നായിരുന്നു. വീണ്ടും ഈ വേദിയിൽ എത്തണം, ഇതിലും ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഹാഫ് ആൻ അവർ എപ്പിസോഡ് ഇതേ വൈൻഡപ്പിലേക്ക് കടക്കുവാണ്. അതിന് മുൻപായിട്ട് രമേശ് ഏട്ടാ പ്ലീസ്. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്നിവിടെ നിന്ന് പെർഫോം ചെയ്തത്. അദ്ദേഹം ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം ഇത് ചെയ്ത് ശീലമുള്ള ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രമമാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന് മുമ്പും ശേഷവും ഒക്കെ അദ്ദേഹം നമ്മളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അതിൻ്റെ ഒരു പെർഫെക്ഷനെ കുറിച്ചാണ്. എൻ്റെ പെർഫോമൻസ് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇവിടെ പെർഫോം ചെയ്തു. അദ്ദേഹം ശ്രമിച്ചത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏത് ചെറിയ ശ്രമവും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ നമ്മൾ അനന്തകൃഷ്ണനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ, നമ്മൾ പരിണാമ സിദ്ധാന്തം വിശ്വസിച്ചാലും ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചാലും മനുഷ്യൻ ക്ലെയിം ചെയ്യുന്ന അവകാശപ്പെടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി, അതായത് ഏറ്റവും പെർഫെക്റ്റായ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്ന് പറയും. വേറൊരു ജീവിയും അങ്ങനെ ഒരു ക്ലെയിം കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ തന്നെ അവകാശപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ 10 ഉറുമ്പ് ഒന്നിച്ച് വന്നാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത നമ്മൾ 10 ഉറുമ്പ് വന്നാൽ മതി, കടിച്ചാൽ നമ്മൾ ഓടിക്കളയും. കൊതുക് വന്നാൽ വല്ല രക്ഷയുണ്ടോ? വലയിടാണ്ട് കിടക്കാൻ പറ്റുമോ? കൊതുക് വന്നാൽ നമ്മളെ കടിക്കും, നമ്മുടെ പിടുത്തം വിട്ടുപോകും. ഒരു കാക്കക്കൂട്ടി കല്ലെറിഞ്ഞിട്ട് നടന്നു നോക്കിയോ, കാക്ക പുറകെ നടന്ന് കുത്തും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത്രയും ലിമിറ്റഡായ പരിമിതിയുള്ള മനുഷ്യനാണ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റായ സൃഷ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഡെവലപ്ഡ് സെറിബ്രമാണ്, നമ്മുടെ ബ്രെയിനാണ്. ബുദ്ധി കൊണ്ടാണ് മനുഷ്യൻ ലോകത്തെ കീഴടക്കിയിട്ടുള്ളത്. ബുദ്ധിയാണ് നമുക്ക് എക്സ്ട്രാ തന്നൊരു കാര്യം. അതേപോലെ വേറൊരു ജീവിയും ചെയ്യാത്തതാണ് തമാശ മനസ്സിലാക്കി ചിരിക്കുക എന്ന് പറയുന്നത്. കരച്ചിൽ എല്ലാ ജീവിയും കരയും, പക്ഷേ ചിരിക്കുന്ന വേറൊരു ജീവി. ഇളി എന്ന് പറഞ്ഞ് കുരങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടും, പക്ഷേ അത് തമാശ കണ്ട് ചിരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണ് ചിരിക്കാനുള്ള ഈ കഴിവ്. അപ്പോൾ ആ കഴിവ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. പരമാവധി സമയങ്ങളിൽ നിങ്ങൾ ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു എപ്പിസോഡ് കൂടി നമ്മൾ അവസാനങ്ങളിലേക്ക് കടക്കുകയാണ്. കണ്ട നിങ്ങളെല്ലാവരോടും നമസ്കാരമുണ്ട്. കൗൺസിലറെ നമസ്കാരം. കൗൺസിൽ അതെ, എൻ്റെ ചില ഫാമിലി പ്രശ്നങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഫാമിലി പ്രശ്നങ്ങൾ അങ്ങനെ പറയാനായിട്ടുള്ള സ്ഥലം അല്ലല്ലോ ഇത്. ഇത് തമാശ പറയേണ്ട സ്ഥലമാണ്. അല്ല, എൻ്റെ ഫാമിലി പ്രശ്നം സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുകയാണെങ്കിൽ തമാശയായിട്ട് എടുത്തു. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ചിരിക്കാവുന്നതാണ്. തമാശകളുണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ്? തമാശ ഉണ്ടോയെന്ന് അറിയത്തില്ലെങ്കിലും ഒരു കുടുംബത്ത് ഭാര്യയും ഭർത്താവും താമസിക്കുമ്പോൾ ഒരു സമത്വമൊക്കെ വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും സമത്വമൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഒരു ഫാമിലി ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതെ, ജോലികൾ അതെ, എല്ലാ കാര്യത്തിലും നമ്മളിപ്പം ഒരാളെക്കാട്ടിൽ വലുതാണ് ചെറുതാണ് അങ്ങനെയൊന്നും വിചാരിക്കട്ടെ, എല്ലാം തുല്യമായിരിക്കും. പിന്നെ ജോലികൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒരു സമത്വം വേണ്ട. കാര്യങ്ങളിലും ഒരു തുല്യതയും സമത്വവും ഒക്കെ വേണം. അത് മാത്രമല്ല, ഇതൊക്കെ ഒരു 10-15 വർഷം മുമ്പുള്ളതിനേക്കാൾ സാമൂഹികമായി ഇപ്പൊ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സമത്വം വേണമല്ലോ. ഈ 2 കൗൺസിലർമാർ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഈ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് എന്റെ ഭാര്യയ്ക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ആ റെഡ് സാരി എടുത്ത് പുറത്തു വെക്കുന്ന സ്ത്രീയാണോ നിങ്ങളുടെ ഭാര്യ? എന്തൊരാർജവം. അല്ല, അങ്ങനെ നിന്നോട്ടെ. ഞാൻ പറയുന്നത് സുഹൃത്തെ, ഭാര്യയെ നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു വേണ്ട. ഭാര്യ ഇല്ലാതായാലേ നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഭാര്യ ചെറുതായിട്ട് വഴക്കിട്ടു. ഇപ്പം മിണ്ടുന്നില്ല. അറിയാം, അവൻ കള്ളു കുടിച്ചിട്ട് വന്നാൽ മിണ്ടത്തില്ല, അവൻ വൈകി വന്നാൽ മിണ്ടത്തില്ല, അവന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മിണ്ടത്തില്ല. അങ്ങനെ അവർ തമ്മിൽ ഇപ്പോൾ ഒരു മിണ്ടാട്ടം ഇല്ലാണ്ടായി. അറിയോ? ആ ഭാര്യ എനിക്ക് എന്നിട്ട് എൻ്റെ ഭാര്യ എടുത്തോളം പറയാവോ? താൻ എന്ത് വർത്താനോട് പറയുന്നത്? ഭാര്യ എന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്. ഇതെന്റെ 4ാമത്തെ ഭാര്യ. അപ്പൊ തനിക്ക് കാർത്തിക വിളക്കാണല്ലോ. എന്നാ പിന്നെ ആ കാർത്തിക വിളക്കിനോട് ഒന്ന് പോയി പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുക. ഇത്തരം സന്ദർഭങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പുള്ളിക്കാരത്തെ ചെന്ന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്നാലാവും വിധം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാ പ്രശ്നങ്ങളും തീരും. ഓക്കെ, ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ചെന്നിട്ട്
എന്താ എന്താ ചിരിക്കുന്നേ? അല്ല, അവളുടെ ആദ്യത്തെ ഭർത്താവ് ഇതേണക്ക് എന്നോട് വന്ന് പരാതി പറഞ്ഞപ്പം പറഞ്ഞു മനസ്സിലാക്കാൻ ചെന്ന ആളാണ് ഞാൻ. അപ്പൊ എന്റെ തലയിലായി, ഇനിയിപ്പോ പിഷാരുടെ തലയിലായിക്കോടില്ല. അയ്യോ രമേശ് അല്ലെങ്കിൽ ഫൺസ് പോയിന്റ് നടക്കുന്നില്ല. വൺസ് അപ്പോൺ എ ടൈം ആ പരിപാടി നടക്കണ്ടേ? ആ അല്ല, ഇപ്പൊ കഥയിലെ ജീവിതം അല്ലേ, കൗൺസിലർ അല്ലേ? കഥയിലെ ജീവിതോ? ഇത് ഫൺസ് പോയിന്റ് ടൈം ആണ്. അയ്യോ, ഫ്ലോർ മാറി കുഞ്ഞെ, സോറി കേട്ടോ.